കേക്കിലേക്ക് വെക്കാനുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻസ് തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു OHP ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് നമുക്ക് കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്ന ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ കിട്ടും. അത് നമുക്ക് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പല ഷേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് കഴുകി വെച്ചിട്ട് പിന്നീട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അത് തന്നെ യൂസ് ചെയ്യാം, ഒറ്റത്തവണ യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് വാങ്ങുന്ന സമയത്ത് അത് ഒറ്റ ഷീറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള പീസല്ല, ഒറ്റ ഷീറ്റായിട്ട് കിട്ടും. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ചോക്ലേറ്റാണ്, വൈറ്റ് ചോക്ലേറ്റ്. അത് ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് ഒരു ബൗളിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. മെൽറ്റായി വരുമ്പോൾ നല്ല രീതിയിലൊന്ന് അടിച്ച് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലോട്ടാണോ മാറ്റേണ്ടത് ആ രീതിക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പക്ഷേ അത് ഒഴിച്ച ഉടനെ അല്ല അത് ചെയ്യാനുള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആവുന്ന ടൈമിൽ മാത്രമേ അതിലേക്ക് ഷേപ്സ് എന്താണോ ചെയ്യാനുള്ളത് അത് ഇട്ട് കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ ആ മെൽറ്റായി, അതായത് നമ്മൾ ഒഴിച്ച ഉടനെ ആകുമ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും നമ്മുടെ കയ്യിലേക്ക്. അങ്ങനെയല്ല, ഒരുപാട് അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതേപോലെ ഏത് ഷേപ്പിലാണോ എന്നുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ടല്ല, ആ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുപ്പിയുടെ അടപ്പ് ഉണ്ടെന്ന് വലിയ അടപ്പ് ആദ്യം വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ചെറിയൊരു അടപ്പും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പാക്കി എടുത്തിട്ട് എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ കട്ടിയായി വന്നോളും. പെട്ടെന്ന് തന്നെ ആ ഷീറ്റിലാകുമ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിലൊന്നും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഇതേപോലെ കറക്റ്റായിട്ട് ഇളകി വരില്ല. പക്ഷേ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ അത് അതിൽ നിന്ന് വിട്ടിങ്ങ് താഴെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോവും. അത്രയ്ക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളകി ഇങ്ങ് വന്നോളും. അപ്പോൾ അത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. കേക്ക് ആദ്യം തന്നെ ഫൈനൽ കോട്ടും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മുകളിൽ എനിക്ക് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു. കസ്റ്റമർ തന്നിട്ടുള്ള മോഡൽ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ കേക്ക് റെഡിയാക്കി ആദ്യം വെച്ചതിന് ശേഷം ചോക്ലേറ്റും ചെയ്തതിന് ശേഷമാണ് എടുത്ത് ഇതേപോലെ ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കേക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ഡിസൈനാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സോസ് റെഡിയാക്കിയ സമയത്ത് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരണുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരണുണ്ടായിരുന്നു. അത് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ വിപ്പിംഗ് ക്രീം കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഒരു ഉദ്ദേശത്തിന് നമുക്ക് മനസ്സിലൊരു കണക്കുണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരണുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത സമയത്ത് അതങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേപോലെ ഡിസൈൻ തന്നിട്ട് ബോർഡറിലും കൂടി ഒരു വൈറ്റ് ക്രീം കൊണ്ട് ചെറിയൊരു ബോർഡർ ഡിസൈൻ കൂടെ കൊടുത്തിട്ട് എഴുതാനുള്ളതും കൂടി ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് എഴുതി കൊടുത്തത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് സെറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കണ്ടില്ലേ, ഇതേപോലെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നിങ്ങനെ വിട്ടുവരും. സെൻറ്ററിലും കൂടി ഒരെണ്ണം അതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 സൈഡിൽ ആദ്യം ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് ആ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ അത് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വേറൊരു ഷേപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആ ഷീറ്റിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് ആ ചെറിയൊരു ബ്ലാക്കിൻ്റെയും കൂടി ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ കസ്റ്റമർ തന്ന മോഡലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു വേഫറിൻ്റെ ഒരു റോളാണ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. പക്ഷേ എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അത് ഒടിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. ഇനി പോയെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുമല്ലോ, അതറിയാത്ത രീതിയിൽ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തങ്ങ് വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റ് ആ ഷേപ്പ്, അതായത് കസ്റ്റമർ തന്നിട്ടുള്ള അതേപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ വേറൊരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് റെഡ് കളറും ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത്, അതായത് ഗനാഷാണ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൊരു ഡിസൈന്. അത് 1 kg വെയിറ്റ് വന്നിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വരാനുള്ളതിന്
പിന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എന്തോ അങ്ങനെ ചെയ്യാനൊരു മടിയൊക്കെ തോന്നുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ മാറ്റർ എഴുതിയതിന് ശേഷം അതിലേക്ക് ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സ്പേസ് കറക്റ്റ് കിട്ടുമോ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ തെറ്റിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വളവ് പോലെ അങ്ങനെ വളഞ്ഞു പോയതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മൊത്തത്തിൽ ആ ക്രീം എഴുതിയിട്ടുള്ളത് അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം, റെഡ് ആയതുകൊണ്ട് തന്നെ വൈറ്റിലേക്ക് പെട്ടെന്ന് അതിനങ്ങ് സ്പ്രെഡായി പോകും. സ്പ്രെഡാവുന്നതല്ല, നമ്മൾ എടുത്ത് മാറ്റിയാലും ചെറിയൊരു അടയാളം പോലെ അവിടെ കാണും. അതുകൊണ്ട് കുറച്ച് ഒന്ന് ആഴത്തിലങ്ങ് ക്രീം എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് അടുത്ത് രണ്ടാമത് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറ്റൊന്നും എഴുതാനുണ്ടായിരുന്നില്ല, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രംസ് എല്ലാം മുന്നേ ചെയ്ത് വെച്ചതിൽ കുറച്ച് ബാലൻസ് ഫ്രിഡ്ജിനകത്ത് ഇതേപോലെ ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് മുകളിലേക്ക് നല്ലോണം അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ അറിയാം, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ സൈഡിലേക്ക് അരിപ്പിൽ അരിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് ഇപ്പോൾ ഇട്ടപ്പോൾ മനസ്സിലായി. സാധാരണ ഞാനങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് കൊടുക്കാറില്ല, അരിപ്പ് കൊണ്ടൊന്ന് അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം എന്തോ ഞാനത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് ഇതേപോലുള്ളൊരു 3 ഫ്ലവറാണ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ റെഡ് കളറും കൊണ്ട് അതിൻ്റെ സെൻറ്ററിലും കൂടി ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറെ പ്രത്യേകിച്ച് എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ലീഫ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇത്തിരി വലിയ ലീഫ് നോസിൽ കൊണ്ടാണ് ലീഫ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വെയിൻസും കൂടി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസൈൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ആ കേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, ഇതൊരു 1/2 kg ആയിരുന്നു. അതിലും ഇതേപോലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ്. അത് ആദ്യം ഞാൻ എങ്ങനെ അത് ഒരു സൈഡിലേക്ക് മാത്രമാണോ ഫുള്ളായിട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് ആദ്യം സൈഡിലേക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എനിക്ക് എന്തോ തോന്നി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് കൊടുത്തു. പക്ഷേ ഫുള്ളായിട്ട് ഒഴിക്കാനുണ്ടായിരുന്നില്ല, ഞാൻ ചെയ്തതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു സൈഡിലേക്ക് അങ്ങ് ആക്കി കൊടുത്തിട്ട് ബാലൻസ് പിന്നെ കുറച്ച് ഭാഗത്തേക്ക് വരാനുണ്ടായിരുന്നു, അവിടെ ഞാൻ ഫ്ലവറും കൂടി ചെയ്ത് കൊടുത്ത് അതങ്ങ് കംപ്ലീറ്റ് ആക്കി എടുത്തു. അല്ലാതെ ഞാൻ ആദ്യം വിചാരിച്ചത് അത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാമെന്നാണ്, പക്ഷേ അത് ഞാൻ ചെയ്തത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ചെറിയ കള്ളപ്പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റ് ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ കറക്റ്റായിട്ട് ഡ്രിപ്പായിട്ട് വീഴണമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി കുറച്ച് അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നത് സ്പൂൺ കൊണ്ട് വീണ്ടും ഒന്നും കൂടി കോരി ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ക്ലിയറാക്കി എടുത്തിട്ട് മാറ്ററും കൂടി വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് മാറ്റർ എഴുതി കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.